നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവതി ചരൺ വർമ്മ എഴുതിയ സബ്സെ ബഡ ആദ്മി എന്ന ഏകാംഗി കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ രണ്ട് സുഹൃത്തുക്കൾ രാധെ, ശങ്കർ രണ്ടുപേരും കൂടെ ഗജാത്തിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്. രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് തർക്കിച്ചുകൊണ്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. ഒരാൾ ഷെല്ലി, പോയറ്റ്, കവി ഷെല്ലിയെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു. മറ്റേയാൾ നെപ്പോളിയനെക്കുറിച്ച്, ചക്രവർത്തി നെപ്പോളിയനെക്കുറിച്ചും സംസാരിക്കുന്നു. അപ്പോൾ ഇവരിൽ ആരാണ് വലിയ ആൾ അല്ലെങ്കിൽ മഹത്വമുള്ളവൻ എന്നതാണ് ഇവർക്കിടയിലെ തർക്കം. അപ്പോൾ ഈ ശങ്കർ അതുപോലെ രാധെ രണ്ടുപേരും കൂടെ ആ കാര്യം പറഞ്ഞുകൊണ്ട് സംസാരിച്ച് ഗജാത്തിയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ രാധെ പറയുന്നുണ്ട്, രാധെ ഷെല്ലിയുടെ ആരാധകനാണ്, ശങ്കർ നെപ്പോളിയൻ്റെ. അപ്പോൾ രാധെ ശങ്കറിനോട് പറയുകയാണ്, ശങ്കർ, ഷെല്ലി എഴുതുന്നത് പോലുള്ള വരികൾ, അതും എങ്ങനെയുള്ള വരികൾ, വളരെ ആഴവും പരപ്പും വളരെ പവിത്രവുമായിട്ടുള്ള വരികൾ, കവിതകൾ ഈ ലോകത്ത് മറ്റെവിടെ കാണാൻ കിട്ടും? ഷെല്ലിക്കല്ലാതെ ഇതുപോലെ ആർക്കാണ് ഇതുപോലെ എഴുതാൻ സാധിക്കുക? മാത്രമല്ല ഷെല്ലി ഈ ലോകത്തിന് എത്രയോ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ താങ്കൾ പറയുന്ന ഈ നെപ്പോളിയൻ എവിടെ കിടക്കുന്നു, ഷെല്ലി എവിടെ കിടക്കുന്നു എന്ന് രാധെ പറയുകയാണ്. അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാധയുടെ സംസാരം കേട്ടപ്പോൾ ശങ്കർ മറുപടി പറയുന്നു, ദേഖോ ജി രാധേ, ഷെല്ലിനെ ജോ കുച്ച് കഹാ വോ സബ് പാഗൽപൻ ഥ. എന്താ ശങ്കർ പറയുന്നത്? നോക്കൂ രാധേ, ഷെല്ലി എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതൊക്കെ പാഗൽപൻ, ഭ്രാന്ത് മാത്രം, ജൽപ്പനങ്ങൾ എന്ന് പറയില്ലേ. അപ്പോൾ ഷെല്ലി പറഞ്ഞിട്ടുള്ളതൊക്കെ വെറും ഭ്രാന്ത് അല്ലെങ്കിൽ ജൽപ്പനങ്ങൾ മാത്രമായിരുന്നു. കിസ് പവിത്രത ഔർ സന്ദേശ് കി ബാത്തേം കർ രഹേ ഹോ. മാത്രമല്ല ഷെല്ലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് പവിത്രതയും സന്ദേശവുമാണ് ഉള്ളത്? ഇൻകാ ദുനിയാമേ കോയി അസ്തിത്വ നഹി. ഷെല്ലി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ദുനിയ, ഈ ലോകത്തിൽ അസ്തിത്വ നഹി, ഒരു നിലനിൽപ്പുമില്ല. എന്നാൽ നെപ്പോളിയൻ ശക്തി കാ പ്രതിനിധി. എന്നാൽ ഞാൻ പറയട്ടെ, നെപ്പോളിയൻ ശക്തിയുടെ പ്രതിനിധിയായിരുന്നു. ശക്തി ഹി സത്യ ഹേ നിത്യ ഹേ. മാത്രമല്ല ശക്തിയാണ് ഈ ലോകത്ത് എന്നും സത്യമായിട്ടും നിത്യമായിട്ടും ഉള്ള ഒന്ന്. കൽപ്പന കെ ലോക് മേ ജോ ആദ്മി വിചർത്താ ഹേ വോ കായർ ഹേ. മാത്രമല്ല കൽപ്പന കെ ലോക്, സങ്കല്പലോകത്തിൽ ഏതൊരു വ്യക്തി, ഏതൊരു മനുഷ്യനാണോ വിചർത്ത, സഞ്ചരിക്കുന്നത്, അപ്പോൾ കൽപ്പനയുടെ ലോകത്തിൽ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ ലോകത്ത് സഞ്ചരിക്കുന്നത് ആരാണോ ആ വ്യക്തി കായർ, ഭീരുവായിരിക്കും. ഇസ് വാസ്തവിക് ജഗത് സെ മോഹ ചിപാക്കർ വഹ കൽപ്പന കാ ജഗത് ബനാതാ ഹെ. മാത്രമല്ല വാസ്തവിക് ജഗത് സെ, ഈ വാസ്തവികമായിട്ടുള്ള ഈ യഥാർത്ഥ ലോകത്ത് നിന്ന് മോഹ ചിപാക്കർ, മുഖം ഒളിപ്പിച്ച്, കൽപ്പന കാ ജഗത് ബനാത, ഒരു കാൽപ്പനിക ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. ആദ്മി തോ വഹ ജോ ഇസി ദുനിയാക്കോ അപ്നി കൽപ്പനാക്കി ദുനിയാമേ ബദൽ സക്കെ. ഇങ്ങനെയുള്ളവർ ഈ ലോകത്തെ തന്നെ കൽപ്പനാക്കി ദുനിയ, ഒരു കാൽപ്പനിക ലോകമാക്കി, ബദൽ സക്കെ, മാറ്റുകയാണ്. നെപ്പോളിയൻ മേ വഹ താക്കത്ത് ധി വഹ വ്യക്തിത്വ ധ. അതുപോലെ തന്നെ നെപ്പോളിയനിൽ താക്കത്ത്, ശക്തി ഉണ്ടായിരുന്നു, വ്യക്തിത്വവും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പറയുന്ന ഷെല്ലിയിൽ നിന്ന് എത്രയോ വ്യത്യസ്തനായിരുന്നു നെപ്പോളിയനിൽ ശക്തിയും വ്യക്തിത്വവും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ശങ്കർ പറയുന്നു. അപ്പോൾ രാധെ പറയാണ്, നെപ്പോളിയൻ പശുധ. എന്താ രാധെ പറയുന്നത്? നിങ്ങൾ പറയുന്ന ഈ നെപ്പോളിയൻ പശു, ഒരു മൃഗതുല്യനായിട്ടുള്ള വ്യക്തിയാണ്, മൃഗമാണ്. അപ്പോൾ ശങ്കറിന് സഹിക്കില്ല. അപ്പോൾ ശങ്കർ സഹിക്കുകയാണ്. ഷെല്ലി അപാഹിജത. അപ്പോൾ എന്താ ശങ്കർ പറയുന്നത്? ഷെല്ലി അപാഹിജത. താങ്കൾ പറയുന്ന ഈ ഷെല്ലിയോ അപാഹിജ്, വികലാംഗനാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കടിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും തർക്കം കൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കുറ്റം പറയുക.
ഗജാത്തി അപ്നി കുർസി സെ ഉടുത്താ ഹെ. അപ്പോൾ ഇതൊക്കെ കേട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ ഗജാത്തി അവിടെ കസേരയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം കുർസി സെ ഉടുത്താ ഹെ, കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അവർ ഇൻ ദോനോം കെ പാസ് ആക്കർ ഖടാ ഹോത്താ ഹെ, എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും അടുത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഗജാത്തി ചോദിക്കുകയാണ്, കിസ് ബാത് പർ ബഹസ് ചിടി ഹേ, കിസ് ബാത് പർ ബഹസ് ചിടി ഹേ, അല്ല എന്ത് കാര്യത്തെ ചൊല്ലിയാണ് ബഹസ് ചിടി, തർക്കിക്കുന്നത്? അദ്ദേഹം രണ്ടുപേരുടെ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ചോദിച്ചു, ചായ് മങ്കാവും, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ പറഞ്ഞു, ദോ പ്യാലെ ച, 2 കപ്പ് ചായ ശങ്കർ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഗജാത്തി ജോർ സെ പുക്കാർ, ഉറക്കെ അടുക്കള ഭാഗത്തേക്ക് ഉറക്കെ വിളിച്ചു പറയുന്നു, 3 പ്യാലെ ച, 3 കപ്പ് ചായ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഹാം സാഹബ് കിസ് ബാത് പർ ബഹസ് ചിടി ഹേ, എന്നിട്ട് വീണ്ടും ശങ്കറിൻ്റെ രാധയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, രാധയോട് ചോദിക്കുക, അല്ല കിസ് ബാത് പർ ബഹസ് ചിടി ഹേ, എന്ത് കാര്യത്തെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുന്നത്? അപ്പോൾ രാധ പറഞ്ഞു, മിസ്റ്റർ ഗജാത്തി, മിസ്റ്റർ ശങ്കർ നെപ്പോളിയൻ കോ ഷെല്ലി സെ ബട്ടാ ബതാത്തെ ഹെ. മിസ്റ്റർ ഗജാത്തി, ഈ ഇരിക്കുന്ന ശങ്കർ നെപ്പോളിയനെ ഷെല്ലിയേക്കാൾ വലിയവനാണെന്ന് പറയുന്നു. ഷെയ്ത്താൻ കി താരീഫ് കർ രഹേ ഹെ, ഇദ്ദേഹം ചെകുത്താനെ താരീഫ് കർ രഹേ ഹെ, പ്രശംസിക്കുകയും ഫരിഷ്തയ്ക്ക് നിന്ദ കർ, ഫരിഷ്ത മാലാഖയെ നിന്ദിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാധ പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശങ്കർ, ജി ഹാം ഗജാത്തി സാഹബ്, ये मिस्टर രാധെ ഉസ് ജനാനെ ഷെല്ലി की तारीफ कर रहे हैं. മിസ്റ്റർ ഗജാത്തി, ഈ ഇരിക്കുന്ന രാധെ ഷെല്ലിക്ക് താരീഫ് കർ രഹേ ഹെ, ഷെല്ലിയെക്കുറിച്ച് വെറുതെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താവശ്യമാണുള്ളത്? അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ചായ് ആത്തി ഹെ, 3 ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചായ വരുന്നു. അപ്പോൾ വീണ്ടും ഗജാത്തി സർ പർ ഹാത്ത് ഫേർത്തെ ഹുയെ, തൻ്റെ തലയിൽ ഇങ്ങനെ ഹാത്ത് ഫേർത്തെ ഹുയെ, കൈ തടവിക്കൊണ്ട്, കുച്ച സോച്ചത്തെ ഹുയെ, എന്തോ ആലോചനയിൽ മുഴുകിക്കൊണ്ട് ഗജാത്തി പറയാണ്, മാംലാത്തോ ബഡാ ടേട്ട ഹെ, മാംലാത്തോ ബഡാ ടേട്ട, ഓ പ്രശ്നം കുറച്ച് ടേട്ട, കുഴഞ്ഞു മറിഞ്ഞതാണല്ലോ. നിങ്ങൾക്കിടയിലുള്ള ഈ വഴക്ക്, നിങ്ങളുടെ ഈ തർക്കം കുറച്ച് കുഴഞ്ഞു മറിഞ്ഞതാണല്ലോ എന്ന് ഗജാത്തി പറഞ്ഞു. അപ്പോൾ രാധെ, മിസ്റ്റർ ഗജാത്തി, ആപ്നെ ആന്ത്രേ മൊറാവ് കി ഏരിയൽ പഠി ഹേ. എന്താ രാധെ ഗജാത്തിയോട് ചോദിക്കുന്നത്? മിസ്റ്റർ ഗജാത്തി, നിങ്ങൾ ആന്ത്രേ മൊറാവ് എന്ന എഴുത്തുകാരൻ, സാഹിത്യകാരൻ്റെ ഏരിയൽ എന്ന പുസ്തകം പഠി ഹേ, വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗജാത്തി മറുപടി പറയാം, ഓ വഹ് എക് മഹാൻ ഗ്രന്ഥ ഹേ, ഓ അതൊരു മഹത് ഗ്രന്ഥമാണല്ലോ. മാത്രമല്ല ഷെല്ലി മഹാൻ വ്യക്തിത, താങ്കൾ പറയുന്ന ഷെല്ലി മഹാനായ വ്യക്തിയായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ശങ്കർ, ഗജാത്തി സാഹബ്, ആപ്നെ ഏബട്ട് കി ലൈഫ് ഓഫ് നെപ്പോളിയൻ പഠി ഹേ. അപ്പോൾ എന്താ ശങ്കർ ചോദിക്കുന്നത്? അല്ല ഗജാത്തി, താങ്കൾ ഏബട്ട് എന്ന എഴുത്തുകാരൻ്റെ ലൈഫ് ഓഫ് നെപ്പോളിയൻ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗജാത്തി പറഞ്ഞു, ഓ വോ എക് മഹാൻ ഗ്രന്ഥ്, ഓ പിന്നെന്താ, അതൊരു മഹത് ഗ്രന്ഥമല്ലേ. മാത്രമല്ല താങ്കൾ പറയുന്ന നെപ്പോളിയൻ മഹാൻ വ്യക്തിത, നെപ്പോളിയൻ ഒരു മഹാനായ വ്യക്തിയും കൂടിയായിരുന്നു കേട്ടോ. ഗജാത്തി 2 കൂട്ടർക്കും സപ്പോർട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് മറ്റൊരാൾ പ്രവേശിക്കുന്നത്. ആരായിരുന്നു അത്? ശർമാജി. ശർമാജി കാ പ്രവേശ്. അപ്പോഴാണ് ശർമാജി, പുതിയൊരു കഥാപാത്രം, അവിടേക്ക് വരുന്നു. മോഠേ സെ ആദ്മി, മോഠ തടിച്ച് ഇരിക്കുന്ന ഒരു ശരീരപ്രകൃതമുള്ള വ്യക്തി. ഖദർ കാ കുർത്ത ധോത്തി പഹനെ ഹെ, ഖദറിൻ്റെ കുർത്ത ഷർട്ടും ധോത്തി മുണ്ടും പഹന അണിഞ്ഞിട്ടുണ്ട്, അതാണ് വേഷം. കോൺഗ്രസ് ഷാഹി ഝോല കുർസി കി പീഠ് പർ ലട്കാ ദേത്താ ഹെ. കോൺഗ്രസ് ഷാഹി ഝോല, ഈ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പോലെയുള്ള ഝോല, ഝോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോൾ സഞ്ചി. അപ്പോൾ ഒരു തോൾ സഞ്ചി തോളിലുണ്ടായിരുന്നു. ആ തോൾ സഞ്ചി എടുത്തിട്ട് കുർസിക്ക് പീഠ്, കസേരയുടെ നമ്മൾ പുറം ചാരിയിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് ലട്ക ദേത്തേ,
തൂക്കിയിടുന്നു. തൊപ്പി മേസ് പർ രഖ് ദേത്തേ ഹെ, തലയിലുള്ള തൊപ്പി മേശപ്പുറത്ത് വയ്ക്കുന്നു. കുർസി പർ ബൈഠ് ജാത്തേ ഹെ, എന്നിട്ട് അദ്ദേഹം ശങ്കറും രാധയും ഒക്കെ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള കുർസി, ഒരു കസേരയിൽ ചെന്ന് ബൈഠ് ജാത്തേ ഹെ, ഇരിക്കുന്നു. അപ്പോൾ രാധ ചായ് പീതാ ഹുവ, ചായ കുടിച്ചുകൊണ്ട് പറയാണ്, മിസ്റ്റർ ഗജാത്തി ആപ്കി ചാ ഉത്തനി ഹി സുന്ദർ ഹെ ജിത്ന ഷെല്ലി ഥ. എന്താ രാധ പറയുന്നത്? മിസ്റ്റർ ഗജാത്തി ആപ്കി ചായ്, താങ്കളുടെ ചായ ഉണ്ടല്ലോ, ഉത്തനി സുന്ദർ, എത്ര സുന്ദരമാണ്, എത്ര രുചിയുള്ളതാ, ഷെല്ലിയെപ്പോലെ, ഷെല്ലിയെപ്പോലെ വളരെ മധുരമുള്ളതാണ്, ഷെല്ലിയുടെ കവിതകൾ പോലെ വളരെ മധുരമുള്ളതാണ് താങ്കളുടെ ചായയും എന്ന് രാധ പറഞ്ഞു. അപ്പോൾ ശങ്കർ വിടുമോ? അപ്പോൾ ശങ്കർ പറയാണ്, ശങ്കറും ചായ പീതാ ഹുവ, ചായ കുടിച്ചുകൊണ്ട്, മിസ്റ്റർ ഗജാത്തി ആപ്കി ചാ ഉത്തനി ഹി തഗടി ഹെ ജിത്ന നെപ്പോളിയൻ ഥ. എന്താ ശങ്കർ പറയുന്നത്? മിസ്റ്റർ ഗജാത്തി ആപ്കി ചായ്, താങ്കളുടെ ചായ ഉത്തനി ഹി തഗടി, തഗടി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്, കടുപ്പം. താങ്കൾ ഉണ്ടാക്കി തന്ന ചായ നല്ല സ്ട്രോങ് ആണ്, നല്ല കടുപ്പമാണ്. നെപ്പോളിയൻസ്, നെപ്പോളിയനെ പോലെ. നെപ്പോളിയൻ നല്ല കരുത്തിൻ്റെ പ്രതീകമായിരുന്നുവല്ലോ. അപ്പം അതേപോലെ താങ്കളുടെ ചായയും നല്ല കടുപ്പമുള്ള ചായ, നെപ്പോളിയനെ പോലെ എന്ന് ശങ്കറും പറഞ്ഞു. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല പരസ്പരം. ശർമാജി കൻഖിയോം സെ രാധേ ഔർ ശങ്കർ കോ ദേഖ്തേ ഹെ. അപ്പോൾ അവിടേക്ക് വന്ന ശർമാജി, അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവാണല്ലോ. അപ്പോൾ ആ വേഷഭൂഷകളൊക്കെ ഇട്ട് ചായയ്ക്ക് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ശർമാജി കൻഖിയോം, കൻഖി ഒളികണ്ണ്, ഒളികണ്ണിട്ടിട്ട് ശങ്കറിനെയും രാധയെയും നോക്കുന്നുണ്ട്. ഫിർ ഗജാത്തി കി ഓർ ഇഷാരെ സെ ബുലാത്തേ ഹെ. അപ്പോൾ രണ്ടുപേരെയും ഒളികണ്ണിട്ട് നോക്കുന്നു, അതോടൊപ്പം ഗജാത്തിയെ ഇഷാരെ സെ ബുലാത്തെ, ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. ഗജാത്തി പാസ് ആത്ത, അപ്പോൾ ഗജാത്തി ശർമാജിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ശർമാജി, ബന്ധുവർ ഏക് പ്യാല ചാ, എന്താ പറയുക, സഹോദര ഏക് പ്യാല ചാ, ഒരു കപ്പ് ചായ വേണം. അപ്പോൾ ഗജാത്തി ആവാസ് ദേത്തേ, ഉറക്കെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് പറയുകയാണ്, ഏക് പ്യാല ചാ, അടുക്കള ഭാഗത്തേക്ക് നോക്കിയിട്ട്, അതെ ഒരു കപ്പ് ചായയും കൂടി എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ഫുർ ലൗട്ട് ഘർ വഹി ബൈഠ് ജാതാ ഹെ, എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു, ആദ്യം ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോൾ വീണ്ടും രാധ പറയാണ്, ശങ്കർ മുझे ദുഃഖ് ഹെ कि तुम जीवन की महत्ता नहीं समझते. എന്താ രാധ പറയുന്നത്? ശങ്കറിനോട് പറയുക, ശങ്കർ മുझे ദുഃഖ് ഹെ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്ത്? തും ജീവൻ കി മഹത്താ നഹി സമജ്തെ, നീ ജീവിതത്തിൻ്റെ മഹത്വത്തെ നഹി സമജ്തെ, മനസ്സിലാക്കാത്തതിൽ. അപ്പം നീ ജീവിതത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ശങ്കർ. അപ്പോൾ ശങ്കർ പറയാണ്, ജി ഹാം ബേവ്കൂഫി സെ ദൂർ രഹ്നാ ഹി ഠീക് സമജ്താ ഹും. അപ്പോൾ എന്താ ശങ്കർ പറയുന്നത്? ജി ഹാ, ശരിയാ, ബേവ്കൂഫി സെ ദൂർ രഹ്ന, ബേവ്കൂഫി വിഡ്ഢിത്തം, ശരിയാ, വിഡ്ഢിത്തങ്ങളിൽ നിന്ന് ദൂർ രഹ്ന ഠീക് സമജ്ത, അകന്നു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. വിഡ്ഢിത്തങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് ശങ്കറും പറഞ്ഞു. അപ്പോൾ രാധ, ബേവ്കൂഫി തും ശൈത്താൻ കെ ഉപാസക. അപ്പോൾ രാധ എന്താ പറയുക? ബേവ്കൂഫി, വിഡ്ഢിത്തം, വിഡ്ഢിത്തോ, തും ശൈത്താൻ കെ ഉപാസക, നീ ചെകുത്താൻ്റെ ഉപാസകൻ തന്നെ. രാധ പറയണം, നീ ചെകുത്താൻ്റെ ഉപാസകൻ തന്നെ. അപ്പോൾ ശങ്കർ, ദേഖോ രാധേ ജരാ സോച്ച് സമജ് കർ. അപ്പോൾ ശങ്കറിന് ഇത്തിരി ദേഷ്യം, ശുണ്ഠി കയറി. അപ്പോൾ ഒരല്പം ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ശങ്കർ പറയുക, ദേഖോ രാധേ, നോക്കൂ രാധേ, ജരാ സോച്ച് സമജ് കർ. വളരെ എന്താ പറയുക, ചിന്തിച്ചും ആലോചിച്ചും സംസാരിക്കുക. योद्धा का उपासक कुछ क्षणों के लिए स्वयं योद्धा बन जाए तो उसमें कोई आश्चर्य की बात नहीं. യോദ്ധാ ക ഉപാസക, ഞാനൊരു യോദ്ധാവിൻ്റെ ഉപാസകൻ, യോദ്ധാവ് യുദ്ധവീരൻ. അപ്പോൾ ഞാനൊരു യുദ്ധവീരൻ്റെ ഉപാസകനാണ്. യുദ്ധവീരൻ എന്ന് പറയുന്നത് നെപ്പോളിയനെയാണ്. അപ്പോൾ ഞാനൊരു യുദ്ധവീരൻ്റെ അഥവാ ഒരു യോദ്ധാവിൻ്റെ ഉപാസകനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉപാസകനായ ഞാൻ കുച്ച് ക്ഷണോം കേലി, അല്പസമയത്തേക്ക് സ്വയം ഒരു യോദ്ധാവായി മാറിയതിൽ കോയി ആശ്ചര്യക്ക് ബാത്ത് നഹി, ആശ്ചര്യപ്പെടാനുള്ള കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് എന്ന് ശങ്കർ പറഞ്ഞു. അപ്പോൾ ഗജാത്തി,
ഗജാത്തി ഒന്ന് ഇടപെടുകയാണ് അവരുടെ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക്. എന്താ ഗജാത്തി പറയുന്നത്? മിസ്റ്റർ ശങ്കർ. അപ്പോൾ ശങ്കർ ഒരല്പം ശബ്ദം കടുപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഗജാത്തി പറയാണ്, മിസ്റ്റർ ശങ്കർ, സാധാരണ ബാത്ചീത്ത് മേ ഇസ് തരഹ് ഗരം ഹോ ജാന ഠീക്ക് നഹി. എന്താ പറയുന്നത്? മിസ്റ്റർ ശങ്കർ, സാധാരണ ബാത്ചീത്ത് മേ, ഒരു സാധാരണ സംസാരത്തിനിടയ്ക്ക് ഇത്രയും ഗരം ഹോ ജാന, ചൂടാകേണ്ടതിന് ഒരു ഠീക്ക് നഹി, ആവശ്യമൊന്നുമില്ല. അപ്പോൾ സാധാരണ ഒരു സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല, അത് ശരിയല്ല എന്ന് ഗജാത്തി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട്, ഇതൊക്കെ കണ്ടിട്ട് അപ്പുറത്ത് ഒരാളിരിപ്പുണ്ട്, ശർമാജി അല്ലേ, ശർമാജി. ഇൻ ദോനോം കി തരഫ് മുഖാത്തിപ്പ് ഹോക, രണ്ടുപേർ, അതായത് ശങ്കറിൻ്റെയും രാധയും രണ്ടുപേരെയും ഒന്ന് മാറി മാറി നോക്കിയിട്ട്, ഭ്രാതാവോ വന്ദേ, വളരെ വിനയത്തോട് കൂടിയിട്ട്, ഭ്രാതാവോ വന്ദേ, സഹോദരങ്ങളെ വന്ദനമുണ്ട്. ശങ്കറിനെ രാധയെ നോക്കിയിട്ട് പറയാം, സഹോദരങ്ങളെ വന്ദനമുണ്ട്, നമസ്കാരമുണ്ട്. ആപ് ലോഗോം കോ ഇസ് പ്രകാർ കലഹ കർണ ശോഭ നഹി ദേത്ത. അതെന്താ അദ്ദേഹം പറയണത്? നിങ്ങൾ ഇങ്ങനെ കലഹ് കർണ, കലഹിക്കുന്നത്, ഇങ്ങനെ പരസ്പരം വഴക്കിടുന്നത് ശോഭ നഹി ദേത്ത, അത്ര നല്ലതല്ല. ചെറിയ കാര്യത്തെ ചൊല്ലി ഇത്രയും വലിയ വഴക്ക് ഉണ്ടാക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അപരിചിതനായിട്ടുള്ള ഒരാൾ തങ്ങളുടെ സംസാരത്തിൽ പെട്ടെന്ന് ഇടപെട്ടപ്പോൾ ശങ്കറും രാധയും ആശ്ചര്യസെ ഉസ് ഓർ ദേഖ്തേ ഹെ, ആശ്ചര്യത്തോടു കൂടി ശർമാജിയെ നോക്കുന്നു. അപ്പോൾ ശർമാജി, ക്യാ मैं यह पूछने की गृष्ठता कर सकता हूँ कि आप महानुभावों में विवाद का विषय क्या है? എന്താ ചോദിക്കുന്നത്? അല്ല, ഞാൻ നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ സംസാരത്തിൽ ഇടപെട്ട് എന്താണ് നിങ്ങൾ രണ്ട് മഹാന്മാരായ ആൾക്കാരുടെ ഇടയിലുള്ള വിവാദത്തിനുള്ള, അല്ലെങ്കിൽ ഈ വഴക്കിനുള്ള വിഷയം എന്താണാവോ? ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊന്ന് ഇടപെട്ടു, എന്താണാവോ നിങ്ങൾ തമ്മിലുള്ള വഴക്കിനുള്ള വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ ഉടനെ മറുപടി കൊടുത്തു, യഹ് ജഗ്ഡ ഹമാര പേഴ്സണൽ ഹേ. എന്താ ശങ്കർ പറയണത്? മുഖത്തടിച്ച പോലെ പറയണം. യഹ് ജഗ്ഡ ഹമാര പേഴ്സണൽ ഹേ, ഈ വഴക്ക് ഞങ്ങൾ പേഴ്സണലായിട്ട്, ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ആപ്കി ദസ്തന്താജിക്ക് കോയി ജരൂരത്ത് നഹി. അപ്പം അതുകൊണ്ട് ഈ വഴക്കിൻ്റെ ഇടയിൽ ദസ്തന്താജി, അതിൽ അങ്ങനെ വന്ന് തലയിടേണ്ട കോയി ജരൂരത്ത് നഹി, ആവശ്യം നിങ്ങൾക്കില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള വഴക്ക്, അത് പേഴ്സണലാണ്. അപ്പോൾ അതിൽ താങ്കൾ വന്ന് തലയിടേണ്ടതില്ല, അല്ലെങ്കിൽ അതിൽ താങ്കൾ ഇടപെടേണ്ടതില്ല. ദസ്തന്താജി, ഇടപെടുക. അപ്പോൾ അതിൽ താങ്കൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ശങ്കർ വളരെ കടുപ്പിച്ച രൂപത്തിൽ ശർമാജിയോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശർമാജി, അദ്ദേഹം കോൺഗ്രസ് നേതാവാണല്ലോ, അപ്പോൾ ഗാന്ധിജിയുടെ ഭക്തനും കൂടിയാണ്. അപ്പോൾ ഈ ശങ്കറിൻ്റെ മറുപടി കേട്ടപ്പോൾ ശർമാജി പറയാണ്, ഗാന്ധി ഗാന്ധി കിത്തനാ ഭയാനക് പതൻ ഹോ ഗയാ ഹേ ഹമാരെ നവയുവകോം കാ. ഹോ ഗാന്ധി ഗാന്ധി, ഈ ഹമാരെ നവയുവക്, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ കിത്തനാ ഭയാനക് പതൻ ഹോ ഗയ, എത്ര ഭയാനകമായ പതനം, അധപ്പതനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓ ഗാന്ധി, കാണുന്നില്ലേ നമ്മുടെ ചെറുപ്പക്കാർ എത്ര ഭീകരമായ വിധത്തിൽ അധപതിച്ചു പോയിരിക്കുന്നു. വേ വിശുദ്ധ മാതൃഭാഷ കാ പ്രयोग തക് നഹീ കർ സക്തെ. മാത്രമല്ല ഇവർക്ക് മാതൃഭാഷ പോലും വിശുദ്ധ പ്രയോഗം, വളരെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ വളരെ മാന്യതയോട് കൂടിയിട്ട് പ്രയോഗിക്കാൻ പോലും കഴിയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തവരോട് വളരെ കുറച്ച് മര്യാദയും ബഹുമാനമൊക്കെ കലർന്ന് സംസാരിക്കേണ്ടേ, അതൊന്നുമില്ല. അപ്പോൾ മാതൃഭാഷ പോലും ഒന്ന് മയത്തിൽ സംസാരിക്കാൻ അറിയുന്നില്ല. ശിഷ്ട ഹോനാത്തോ ദൂർ രഹ, ശിഷ്ട മര്യാദകളും അവരിൽ നിന്ന് ദൂർ ഹോന, അകന്നു പോയിരിക്കുന്നു. അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യമൊക്കെ ഇവരിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞിട്ട് സ്വയം പരിതപിക്കുകയാണ്. അപ്പോൾ രാധെ, മേ അപ്നെ അശിഷ്ട മിത്ര കി ഓർ സെ മാഫി മാംഗ് ലേത്താ ഹൂം. അപ്പോൾ രാധ എന്താ പറയുന്നത്? അപ്പോൾ രാധയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരു വല്ലാത്ത പ്രയാസം തോന്നി. അപ്പോൾ രാധ പറയുകയാണ്, മേ അപ്നെ അശിഷ്ട മിത്ര, അതെ എൻ്റെ ഈ അശിഷ്ട മിത്ര, അതായത് മര്യാദയില്ലാത്ത സുഹൃത്ത്, മര്യാദയില്ലാത്ത എൻ്റെ സുഹൃത്തിന് വേണ്ടി മേ മാഫി മാംഗ് ലേത്താ ഹൂം, ഞാൻ നിങ്ങളോട് മാഫി മാംഗ് ലേത്താ ഹൂം, ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ മര്യാദയില്ലാത്ത സുഹൃത്തിന് വേണ്ടി താങ്കളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് രാധെ ശർമാജിയോട് പറഞ്ഞു.
അത്ര മതി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു ഭാഗം ഇന്നെടുത്തതിൽ കേൾക്കുക. പിന്നെ ഒരു കഥയാണല്ലോ, കേട്ടിരിക്കാനൊക്കെ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നില്ല, പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കേൾക്കുക. ബാക്കി നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ ആവാം. ഓക്കെ, ധന്യവാദ്.